ഓക്കെ, നമുക്ക് ഇനി AI സെക്ടറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോപ്പിക് ഭയങ്കരമായിട്ട് ഒരു ഡൊമിനേറ്റിംഗ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോപ്പിക്കിൻ്റെ പരിപാടികൾ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നുണ്ട്. കുറച്ച് സീരിയസ് ലെവൽ ത്രെട്ട് തരുന്നുണ്ട്. അതായത് ഈ AI ഹാക്കേഴ്സ് ലൈക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ വെച്ചിട്ടാണല്ലോ ഹാക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ തപ്പിയിട്ട് AI വെച്ചിട്ട് നോക്കിയിട്ട് എന്നിട്ട് ഹാക്ക് ചെയ്യുന്നു. ലൈക്ക് അതിനെ AI ഹാക്കേഴ്സ് എന്ന് വിളിക്കും. സോ അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അത് പ്രശ്നം മാത്രമല്ല, അതൊരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ AI വെച്ചിട്ട് ഈ സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണത് രീതിയിൽ കുറച്ച് കമ്പനീസ് ഒക്കെ വന്നിട്ടുണ്ടായി. എന്നിട്ട് സൈബർ അങ്ങനെ തോന്നിയിട്ട് ഒരു കമ്പനി അവിടെ കൊടുക്കാം. അവരെ ഏകദേശം എത്രയാ $1 ബില്യൺ അടിക്കാൻ അങ്ങോട്ട് ഒരു അതിൻ്റെ CEO ആണോ അതോ ഫൗണ്ടർ ആണോ അതോ കമ്പനിയാണോ പറഞ്ഞൂടാ. ഏകദേശം വാല്യുവേഷൻ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക സംഭവങ്ങളൊക്കെ. ഇത് സംഭവം സീരിയസ് ആയിട്ട് പ്രശ്നം തന്നെയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇത് മാസീവായൊരു റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ്രോപ്പിക്. ഇനിയും ഇത് IPO ഒക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടി അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിയത്തില്ല IPOയുടെ കേസ് ഇങ്ങനെയാ വരും എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഇട്ടിട്ട് ഒരു ഹൈപ്പ് കയറ്റിയിട്ട് അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെയാണത്. അത്ര വലിയ സംഭവമൊന്നുമില്ല. പിന്നെ